മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനം അംഗീകരിക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മഹായുതി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഉറപ്പാകുന്ന പേരുകൾ ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്? വീണ, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിൽ ആരുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയിട്ടുള്ള മഹായുതി BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി അതിൻ്റെ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഷിൻഡെ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ആര് മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിട്ടു നൽകുന്നു എന്നും BJPയുടെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തുന്ന തീരുമാനം അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം അനുസരിച്ച് മുൻപോട്ട് പോകും. മഹായുതിയിൽ യാതൊരു തരത്തിലുമുള്ള വിള്ളലുമില്ല. BJPക്കൊപ്പം നിൽക്കുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്. അതായത് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനം BJPയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പേര് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നുള്ളത് തന്നെയാണ്. 2014 മുതൽ മഹാരാഷ്ട്രയെ നയിച്ച മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 105 സീറ്റുകൾ നേടിക്കൊണ്ട് BJP എത്തുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് എത്തിയെങ്കിലും അവിടെ അധികാരത്തിന് വേണ്ടി ശിവസേനയെ കോൺഗ്രസിനും NCPക്കും ഒപ്പം കൂട്ടിക്കെട്ടിയ ഉദ്ധവ് താക്കറെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സർക്കാർ വീഴുകയും പിന്നീട് നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ വീണ്ടും ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിച്ചു വന്ന മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ചുള്ള ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയാണ് ആദ്യ പേരിലേക്ക് എത്തുക. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ എത്താനാണ് സാധ്യതയുള്ളത്. പക്ഷേ BJPയുടെ തീരുമാനം എന്താകും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉൾപ്പെടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ തുടങ്ങി മഹായുതിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം ചേരും. പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ആ ഒരു കൂടിക്കാഴ്ചയ്ക്കും നിർണായകമായ യോഗങ്ങൾക്കും ശേഷമായിരിക്കും സർക്കാർ രൂപീകരണത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക. ആര് മുഖ്യമന്ത്രിയാകും, ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഉണ്ടാകുമോ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യും, മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്നായിരിക്കുമെന്ന് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഈ ഒരു യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായാലും. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം, കരുത്തുറ്റ വിജയമാണ് മഹായുതി നേടിയത്. അവിടെ ശിവസേനയുടെയും NCPയുടെയും പിളർപ്പിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും തകർന്നടിഞ്ഞു എന്നത് മാത്രമല്ല കോൺഗ്രസിനും ദയനീയ പരാജയമാണ് മഹാരാഷ്ട്രയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത്തരത്തിലൊരു ദയനീയ പരാജയത്തിന് ശേഷം വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ടും വോട്ടിൻ്റെ കണക്കുകളെ കുറ്റം പറഞ്ഞുകൊണ്ടും ആ പരാജയത്തിൻ്റെ ജാള്യത മറയ്ക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ വിശദാംശങ്ങൾ വോട്ടിൻ്റെ എണ്ണൽ സംബന്ധിച്ചും വോട്ടിൻ്റെ കണക്കുകൾ സംബന്ധിച്ചും പുറത്തുവിട്ടുകൊണ്ട് ഇത്തരം ആശങ്കകൾക്കോ അത്തരം കുറ്റപ്പെടുത്തലുകൾക്കോ യാതൊരു അടിസ്ഥാനവുമില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതും സർക്കാർ രൂപീകരണം സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങളും ഇന്ന് നടക്കുന്ന നിർണായക യോഗങ്ങൾക്ക് ശേഷം അറിയാൻ സാധിക്കും. ശരി ജിഷ്ണു.